நீங்கள் சும்மா ஒரு அசோசியேஷனை போட்டு இங்கே டார்கெட் பண்ணுறதை விட இப்போ ஆல்ரெடி டிக்ளேர் ஆயிடுச்சு. ஒரு சத்தியங்கள் പുറത്ത് വരുന്നുണ്ട്. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നതിൽ ദയവ് ചെയ്ത് കോൺസെൻട്രേറ്റ് பண்ணுங்க. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഗുരുതര പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് അറിയാമോ? അതിനകത്ത് കണ്ടെത്തലുകളെക്കുറിച്ച് അറിയാമോ? സാർ എന്നെ കണ്ടെത്തണം ഞാൻ? അല്ല, അതിനകത്ത് അവർ കണ്ടെത്തിയിരിക്കുന്ന അതിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാമോ എന്നാണ് ചോദ്യം. ഇതിനു മുമ്പ് കുറേ കേസസ് ഉണ്ട്, അതറിയാമോ നിങ്ങൾക്ക് കേരളത്തിൽ? അതൊക്കെ എന്താ നിവൃത്തി ഉണ്ടായത്? എന്തെങ്കിലും സംഭവിച്ചോ? നിയമപരമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ കേരളത്തിലുണ്ടോ? ഇല്ല. വർഷങ്ങളായിട്ട് ഇപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അത്തരം സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് താങ്കൾ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, അങ്ങനെയാണോ? ഇതുവരെ നിയമം എന്ന് പറയുന്നത് ഒരു റിസൾട്ട് കൊടുത്തിട്ടില്ല. ഈ ഹേമ കമ്മീഷൻ വരുന്ന മുമ്പേ കുറേ കേസസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്. സാധാരണ കേസസ് അല്ല, സെലിബ്രിറ്റി കേസസ്. അതിലെന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ലല്ലോ, അതിലൊരു തർക്കമില്ല. ചോദ്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ചും സെക്ഷൽ അബ്യൂസിനെ കുറിച്ചുമൊക്കെ പരാമർശമുണ്ട്. അത്തരം സംഭവങ്ങൾ താങ്കളുടെ കുടുംബം തന്നെ സിനിമാ മേഖലയിൽ ഉള്ള ആൾക്കാരാണ്. അപ്പം താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് അറിവുള്ളതാണോ? ഞാൻ എൻ്റെ അറിവ് വച്ചിട്ടല്ല സംസാരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ ഇന്നലെയും ഇൻ്റർവ്യൂവിലെല്ലാം പറഞ്ഞത്. ഞാൻ കണ്ട കാഴ്ച, അറിവ് വേറെ, അനുഭവം വേറെ. സോ അനുഭവം കൊണ്ട് പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കും, അറിവ് കൊണ്ട് പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം. അതുകൊണ്ടാണ് താങ്കളുടെ അനുഭവത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്നു സാർ. എൻ്റെ ഫാമിലി തകർന്നത് ഒരു പ്രൊഡ്യൂസർ കാരണം, ഒരു മ്യൂസിക് ഡയറക്ടർ കാരണം, ഒരു നടൻ കാരണം ഞാൻ തകർന്നിട്ടുണ്ട്. ഞാൻ അതല്ലേ പറഞ്ഞത്, ആണുങ്ങളെ ചതിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങളെ ചതിക്കുന്ന ആണുങ്ങളുണ്ട്. അതായത് കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നതൊക്കെ ശരിയാണെന്നുള്ളതാണ് താങ്കൾ. കമ്മിറ്റി റിപ്പോർട്ട് വിട്ടുருங்க. நீங்கள் கமிட்டி ரிப்போர்ட் காட்டுங்க. நீங்கள் கமிட்டி ரிப்போர்ட்னு சொல்லாதுங்க. நான் என் லைஃப்பில் கண்ட என்னுடைய அனுபவமான நான் പറയുന്നത്. കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരിക്കുന്നത് അവരുടെ അനുഭവം, അത് അവർ പ്രൂവ് பண்ணணும். നാം പ്രൂവ് ചെയ്യാൻ വേണ്ടി വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ഞാൻ ഇട്ടിട്ടുണ്ട്, എവിഡൻസ് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് നിയമം കിട്ടിയില്ല. അല്ല, കമ്മീഷൻ റിപ്പോർട്ടിൽ വെറും അലിഗേഷൻസ് മാത്രമാണെന്നാണോ താങ്കൾ പറയുന്നത്? അത് ഇനിയും എവിഡൻസ് കൊണ്ടുവന്ന് തെളിയിച്ചാൽ മാത്രമേ വിശ്വസിക്കൂ എന്നുള്ളതാണോ? ശരി, ഇത് ഹേമ കമ്മീഷനാ ബാല കമ്മീഷനാ? ഹേമ കമ്മീഷനല്ലേ ഇപ്പോൾ റിപ്പോർട്ടിലെ കൊടുത്തിരിക്കാங்க. അതൊക്കെ 5 വർഷമായി അല്ലേ? 5 വർഷം എടുത്തു. 1 കോടി രൂപ ചിലവായിന്ന് പറയുന്നു അല്ലേ? മാസം 1,75,000 രൂപ. ഇനി ഒരു 5 വർഷം പോട്ടെ. ഇത്രയും കോടി ചെലവഴിച്ചപ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത്? എന്തിനാണ്, ഏത് സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത്? இந்த ഹേമ കമ്മിറ്റിക്ക് ചില പേർക്ക് ന്യായം കിട്ടാൻ വേണ്ടിയാണ് ഹേമ കമ്മീഷൻ വന്നത്. ഇപ്പോഴും ബാല പറയുന്നതെന്ന് വെച്ചാൽ യു ആർ ഗോയിങ് ടു എക്സ്പോസ് ദ നെയിംസ് അല്ലേ? അതിൽ കണ്ടെത്തി അക്യൂസ് എക്സ്പോസ് ദ നെയിം എന്നുള്ളതല്ല, നീതി ലഭിക്കണമെന്നുള്ളതാണ്. அதுதான் சார், ரிசல்ட் வரமாட்டேங்குது சார். ஹேமா கமிஷனுக்கு முன்னாடியே കുറേ കേസസ് ഉണ്ട് സാർ. அதுக்கு റിസൾട്ട് കിട്ടുന്നില്ല, കേരളത്തിൽ കിട്ടുന്നില്ലാണ് ഞാൻ തർക്കിക്കുന്നത്. ഇപ്പോൾ ഹേമ കമ്മീഷൻ വന്ന ശേഷം, റിപ്പോർട്ട് വന്ന ശേഷം, അന്വേഷണത്തിന് ശേഷം ഇവരാണ് അക്യൂസ്ഡ്. ക്രിമിനൽ കേസ് ഫയലായ ശേഷം വിധി നിങ്ങൾക്ക് തരുവോ? ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു വകുപ്പുണ്ടോ? ശിക്ഷ കൊടുക്കാനുള്ള വകുപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ ഒരു കമ്മീഷൻ. ഇന്ത്യൻ പീനൽ കോഡാണല്ലോ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ഡൽഹിയിലായാലും ബാധകം. അപ്പം കേരളത്തിന് പ്രത്യേകിച്ച് ഒരു നിയമമൊന്നുമില്ലല്ലോ ഇക്കാര്യം. ശരി, അപ്പോൾ വെയിറ്റ് பண்ணலாம். ഒരു 15 വർഷத்துக்கு അപ്പുറം നമ്മൾ 15 കൊല്ലം കഴിഞ്ഞ് നമ്മൾ 2 പേരും ഇന്റർവ്യൂ. അത് മാത്രമാണോ പ്രശ്നം? ഈ ഇത്രയും ഡിലേ ഉണ്ടാകുന്നതാണ്? இல்லை சார். என் பிரச்சனை என்னங்கிறது சொல்லிடுறேன் சார். நியமங்கிறதுக்கு ஒரு டைம் இருக்குது சார். ஒரு டைம் കഴിഞ്ഞ് കിട്ടുന്നത് നിയമമല്ല. ஓகேவா? அது ജീവിതത്തിൽ എക്സ്പീരിയൻസ് இருந்தால் தான் உங்களுக்கு മനസ്സിലാവും. ഞാൻ എല്ലാം ഇഴന്നിട്ട്, എൻ കുടുംബം ഇഴന്ന്, എൻ അന്തസ്ത് ഇഴന്ന്, എൻ കരിയർ ഇഴന്ന്, എൻ മനസമാധാനം ഇഴന്ന്, എൻ്റെ പ്രായം, എൻ്റെ യങ് ഏജ് എല്ലാം പോയ ശേഷം എനിക്ക് നിയമം കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് മരിക്കാറായി. അപ്പോൾ അതാണ് ചോദിക്കുന്നത്, ഹേമ കമ്മിറ്റി അതിൽ മൊഴി കൊടുത്തവരുടെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നുള്ളതാണോ താങ്കളുടെ അഭിപ്രായം? അത് പെട്ടെന്ന് ചെയ്യണ്ട, പെട്ടെന്ന് ചെയ്യും. അത് ദിലീപ് കേസായാലും പെട്ടെന്ന് ചെയ്യും. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്തെങ്കിലും ഒരു ആൻസറല്ലേ ഉള്ളൂ. അത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അവർ മനസ്സമാധാനം ജീവിക്കട്ടെ. ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചകത്തിട്ട്. വിജയ് ബാബു കേസ് എത്ര വർഷമായി? ദുബായിക്ക് ഓടി പോയില്ലേ?
തിരിച്ച് വന്ന് അന്തസ്ഥായിട്ട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അന്വേഷിക്കുക. இப்போ ആ പെണ്ണ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ஓகே, நீங்கள் அப்போ ஒரு பாயிண்ட் ஆஃப் வியூவில் யோசிச்சு பாருங்கள் சார். இதுக்கும் அம்மா அசோசியேஷனுக்கும் பந்தம் இல்லை. എന്തുകൊണ്ട് ബന്ധമില്ല? நான் சொல்கிறேன், அம்மா அசோசியேஷன் இஸ் அன் அசோசியேஷன் ஃபார் ரெப்யூட்டட் ஆக்டர்ஸ். ஓகேவா? தேர் ஆர் லாட் ஆஃப் அதர் அசோசியேஷன், ப்ரொடியூசர் அசோசியேஷன் கவுன்சில் இருக்குது, டைரக்டர்ஸ் கவுன்சில் இருக்குது. இப்போ நீங்கள் வந்து பொதுவாக சினிமா மேഖലன்னு எடுத்திங்கன்னா அம்மா அசோசியேஷன் இது வேறு, டைரக்டர் அசோசியேஷன் ஃபெஃப்கா வேறு, അങ്ങനെ അസോസിയേഷൻ இருக்குது. இதில் எத்தனையோ அப்யூசஸ் நடந்துட்டு உண்டு. நீங்கள் டார்கெட் பண்ணும்போது, மீடியா டார்கெட் பண்ணும்போது ஆக்டர்னு ஒரு செலிபிரிட்டி, அதுவும் ஹையர் ஸ்டேட்டஸ் செலிபிரிட்டி நீங்கள் டார்கெட் பண்ணும்போது யதார்த்த குற்றவாளி எஸ்கேப் ஆகிடுவான். നമ്മൾ ആരെയും ടാർഗറ്റ് ചെയ്തേ ഒരു പേര് പറയാമോ? நீங்கள் കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, പുറത്ത് വന്നിട്ടുണ്ടോ? കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിംഗിൽ ആരുടെ പേരാണ് പറഞ്ഞത്? ഇല്ല, റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടോ? റിപ്പോർട്ട് പുറത്ത് വന്നോ? എന്നാലും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു ചോദിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ആരെ ടാർഗറ്റ് ചെയ്തു? റിപ്പോർട്ട് പുറത്ത് വന്നു എന്ന് പറഞ്ഞു. വന്നു, റിപ്പോർട്ട് പുറത്ത് വന്നു. ആണോ? അതിനകത്ത് പേരുകളില്ല. അപ്പോൾ പേരുകൾ വരാതെ എങ്ങനെ പേരുകളൊക്കെ പുറത്ത് വന്നത്? മിസ്റ്റർ മോഹൻലാൽ പറഞ്ഞു, സിദ്ദിഖ് പറഞ്ഞു, ആര് പറഞ്ഞു? മോഹൻലാലും സിദ്ദിഖിൻ്റെ ഒക്കെ പേര്. இதுதான் சொல்கிறேன் சார். നാട്ടുകാർ എല്ലാവരും അതാ പറഞ്ഞ് നടക്കുന്നത്. മീഡിയ സാർ, ഞാൻ കണ്ടിട്ടുള്ള മീഡിയയും മാതൃഭൂമിയും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. நான் மாத்திரபூமியை சொல்லலை சார். പേര് പറയാൻ പറ്റില്ല. நான் மாத்திரபூமியோ കാര്യം റിപ്പോർട്ടിൽ അങ്ങനെ പേരില്ല சார். நான் மாத்திரபூமியோ மனோரமாவையோ ஏஷியநெட்டையோ சொல்லலை. certain medias have already put the news. சார், ரூமர்ஸ் தான் ஈஸியாக ஸ்ப்ரெட் ஆகும். சத்தியம் வரத்துக்கு எவ்வளோ வருஷம் ஆயிடுச்சு. കള്ളത്തണം அப்படிங்கிறதுல സ്പ്രെഡ് ആയിരും. സത്യം പുറത്ത് വരാൻ സമയമെടുക്കും. ഇത്രയും സമയമെടുത്തു. ഇനിയെങ്കിലും വിധി പെട്ടെന്ന് ആവട്ടെ എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണമെന്നുള്ളതാണ് ബാലയുടെ നിലപാട്. എൻ്റെ മാത്രമല്ല, നാട്ടുകാരെല്ലാവരുടെ നിലപാട് അത്. പക്ഷേ അമ്മ എന്ന സംഘടന എന്ന് പറയുന്നത് ഇവിടുത്തെ താരങ്ങളുടെ അല്ലെങ്കിൽ അഭിനേതാക്കളുടെ സംഘടനയാണ്. അവർക്ക് അതിനകത്ത് പലരും ഇത്തരത്തിലുള്ള അബ്യൂസിന് വിധേയമായിട്ടുണ്ട്. പലരും പരാതി ഇന്റേണലി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നടപടിയെടുക്കുന്നില്ല. ഒരു പ്രതികരണം പോലും, അതായത് സ്വന്തം മക്കൾ അനുഭവിക്കുന്ന ഇത്തരം ദുരിതങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് വന്നപ്പോൾ ഒരു പ്രതികരണം പോലും നടത്താൻ അമ്മ തയ്യാറാകുന്നില്ല. സംഘടന പിന്നെ എന്തിനാണ്? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കഴിഞ്ഞ ഇത്രയും ദിവസം ഇന്ന് മാതൃഭൂമി ന്യൂസ് തെളിവുണ്ട്. ഇന്ന് മാതൃഭൂമി ന്യൂസ് കൊടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് 2018 ഒരു നടി, ആ നടിക്കുണ്ടായ ദുരനുഭവം സംബന്ധിച്ച്, പേയ്മെൻറ്റ് കൊടുക്കാത്ത സംബന്ധിച്ച് എല്ലാം ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. അവസാനം കമ്മിറ്റി റിപ്പോർട്ട്, നടി പേര് പറയാൻ പറ്റില്ല, കാര്യം ഒരു ഇരയായിട്ട് കണക്കാക്കുന്നതാണ്. അമ്മയ്ക്കറിയാം, അമ്മയെന്ന സംഘടനയ്ക്കറിയാം. അതിൻ്റെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴാണ് ഉണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ രേഖകൾ സഹിതമാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. പേര് മാത്രം റിവീൽ ചെയ്തിട്ടില്ല, അത് റിവീൽ ചെയ്യാൻ കഴിയത്തുമില്ല. അപ്പോൾ ഇല്ല എന്നെങ്കിലും പറയാൻ പറ്റില്ല. ഇത്തരം വിഷയങ്ങൾ അമ്മയുടെ മുന്നിൽ വന്നിട്ടും നടപടി എടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സംഘടന? எனக்கு பேர் പറയാതെ ഒരു കേസ് കുറിച്ച് അറിയാതെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക, ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ ചുമ്മാ ഒരു അസോസിയേഷനെ പോട്ട് ഇങ്ങനെ ടാർഗറ്റ് பண்ணுறதை விட இப்போ ஆல்ரெடி டிக்ளேர் ஆயிடுச்சு. ஒரு சத்தியங்கள் புறத்து வரணுண்டு. யதார்த்த குற்றவாளியை கண்டுபிடிக்கிறதுல தயவு செய்து கான்சன்ட்ரேட் பண்ணுங்கள். அங்கே கண்டுபிடிச்சால் அவருக்கு சிக்ஷை கொடுங்க. அல்லாண்டு இங்கே தர்க்கிச்சு கொண்டே இருந்தால் இனியும் 5 கொல்லம் இனியும் 10 கொல்லம் எடுக்கும். தயവേത് ആ മണ്ടത്തനം ചെയ്യരുത്. നീതി കിട്ടട്ടെ, പാവങ്ങൾക്ക് നീതി കിട്ടട്ടെ. അമ്മ സൈലന്റ് ആയിക്കൊള്ളട്ടെന്നാണോ? അമ്മ ഒന്നും പറയേണ്ടതാണോ? എന്തായാലും ഇക്കാര്യത്തിൽ ബാല പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കണം. പക്ഷേ ആ ശിക്ഷ ഡിലേ ആകരുതെന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം വെക്കുന്നത്. അദ്ദേഹത്തിനുണ്ടായ സ്വന്തം അനുഭവവും ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്.